ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് എനിക്ക് കിഡ്നിയുടെ പ്രോബ്ലംസ് ഒക്കെ വന്നതിന് ശേഷം എനിക്ക് വളരെ സീരിയസ് ആകുകയും എനിക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി വയ്യാതായത് കൊണ്ടാണ് വീട്ടിലേക്ക് വന്നു. പിന്നെ അന്ത്യോപദേശമൊക്കെ തന്നു. അങ്ങനെയാണ് ഞാൻ പതുക്കെ ജീവിതം കൈപിടിച്ച് പുറത്തേക്ക് വന്നത്. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പതുക്കെ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ ഞാൻ ആദ്യമേ പറയാൻ, ഞാൻ എൻ്റെ ഒരു ജാക്കി ചാൻ പറഞ്ഞ ഒരു നടൻ്റെ, ഹോളിവുഡ് നടൻ്റെ, കുങ്ഫു സ്റ്റാറിൻ്റെ ഞാൻ വരച്ച ചിത്രമാണ് ഞാനിപ്പോൾ എൻ്റെ തമ്പനയിലായിട്ടിട്ടത്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻ്റ് ഒന്ന് പറയണം കേട്ടോ. അതിനുശേഷം എൻ്റെ കഥ തുടരാം. ഈ കിഡ്നിയുടെ പ്രോബ്ലംസ് വന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നു. ജീവിതം പതുക്കെ ഞാൻ വേദനിച്ചൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ ഒരു പാഷനുണ്ട്. എനിക്ക് ഡ്രോയിങ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഞാനിങ്ങനെ പലതും വരച്ചു തുടങ്ങുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ ജാക്കി ചാനെ വരച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ കഷ്ടപ്പാടാണെങ്കിലും, ഞാൻ ബുദ്ധിമുട്ടിയാണെങ്കിലും, ഞാൻ എൻ്റെ ഈ പ്രയാസങ്ങളിലും ഞാൻ വരച്ചു തീർത്തത്. അല്ലെങ്കിൽ ചിന്തകൾ നമ്മൾ മാറിപ്പോവും, ഒരു വല്ലാത്തൊരു ചിന്തയിലേക്ക് പോകും, മോശം ചിന്തയിലേക്ക് പോകും. അതായത് മരണത്തിൻ്റെ ഒരു ഇതിലേക്ക് പോകും. അങ്ങ് പോകാതിരിക്കാനാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ. വരകൾ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ പതുക്കെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കൊക്കെ ഞാൻ പോയി തുടങ്ങി. കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം ഒക്കെ ഞാനിങ്ങനെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ്. മൂന്നാറും കോവളം, വാഗമണ്ണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പിന്നെ പിൽഗ്രിമേജ് പോലെ നമ്മുടെ വേളാങ്കണ്ണിയിലൊക്കെ ഞാനിങ്ങനെ ഫാമിലി ഒത്ത് പതുക്കെ പോകും. അപ്പോൾ എല്ലായിടത്തും ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുറേ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്താണ് അവരവർക്ക് പറ്റുക അവരവരത് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ഇരുളടഞ്ഞ ഒരു വീടിനകത്ത് അല്ലെങ്കിൽ മുറിയിലകത്ത് മനസ്സ് വിരണ്ടു പോണ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നമ്മളെ മുന്നോട്ട് നയിക്കില്ല. നമ്മളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ പെട്ടിലാക്കിയുള്ളൂ. അത് മനസ്സിലാക്കിയ ആളാണ്. പല പ്രാവശ്യം എനിക്ക് പെട്ടി റെഡിയായതാണ്. ഞാൻ എന്തോ ഭാഗ്യത്തിന് അവസാനം അണിയടിക്കാതെ തന്നെ ഞാൻ പുറത്തേക്ക് വന്ന ആളാണ്. അതൊരു മനസ്സിന് വല്ലാത്ത ഇത്. പിന്നെ ശക്തമായ പ്രാർത്ഥനകൾ ഗ്രൂപ്പിലായാലും ഫാമിലിയിലായാലും എല്ലാവരും എനിക്ക് വേണ്ടി നിരന്തരം മുട്ടയിലും കരഞ്ഞും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ സേവ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണത്. ഇതേപോലെ എല്ലാവരും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോ യാത്രകൾ പോകുമ്പോഴും ഇതൊക്കെ എനിക്ക് കിട്ടുന്നൊരു വൈബ് ഭയങ്കരമാണ്. അപ്പം ഇത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഓരോ വർഷങ്ങളും ഇങ്ങനെ തള്ളി നീക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ വർഷവും എന്ന് പറയുമ്പോൾ എനിക്ക് ഓരോ വർഷം ജൂലൈ 19 എൻ്റെ കിഡ്നി സ്റ്റെന്റ് റീപ്ലേസ് ചെയ്ത് പുതിയത് ഇടണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, യൂറിൻ ബ്ലാഡറിലേക്ക് എൻ്റെ കിഡ്നിയിൽ നിന്നുള്ള ട്യൂബുണ്ട്, യൂറിൻ പാസ് ചെയ്യുന്ന ട്യൂബ് ചുരുങ്ങിയിട്ടാണ് എനിക്ക് സ്റ്റെന്റ് ഇട്ടത്. അപ്പം അത് ഒരു വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞ കാരണം എനിക്കിങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ബ്ലോക്കും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂലേക്കായിട്ട് മാറും. എല്ലാവർക്കും അറിയാവുന്നതാണ് ഡോക്ടേഴ്സിന്. നമുക്കിത് സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയാൻ പാടില്ല. ബ്ലോക്കാകുമ്പോൾ ഈ പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജോലിയും ചെയ്യാൻ പറ്റാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇപ്പം മകളുടെ ഭർത്താവ്, രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കാനഡയിലൊക്കെ പഠിക്കാൻ പോയത്. ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചു വളർന്ന, കാറ്റഗിസം മുതലൊക്കെ ഒന്നിച്ച് പഠിച്ചു വളർന്നവരായതുകൊണ്ട് അവരൊന്നിച്ചാണ് കാനഡയിൽ പഠിക്കാൻ പോയതൊക്കെ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ തിരക്കുകളൊന്നുമില്ല. സ്റ്റുഡൻസ് ഒന്നും ഇവിടുന്ന് അത്ര അധികം ഒന്നും പോയി തുടങ്ങിയിട്ടില്ലാത്തൊരു സമയം ആയതുകൊണ്ട് അവർക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് അവർ ഇങ്ങനെ പറയും, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, നമുക്കൊരു കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു സംഗതി തുടങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റീസും കോളേജിൽ നിന്നൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടും. നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരും, നമുക്കിവിടെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അഡ്മിഷൻ തരാമെന്നൊക്കെ. അങ്ങനെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ പേര് ആൽഫിൻ എന്നാണ്. പുള്ളിയുടെ ഫാദറിൻ്റെ പേര് സേവർ എന്നാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ അന്ന് മുതൽ തന്നെ നല്ല ഫാമിലി, ഇന്നും നല്ല ഒരു ഫാമിലി ബൈൻഡിങ്ങോടുകൂടി ജീവിക്കണമുണ്ടിട്ട്. അന്ന്
എന്നെ പറഞ്ഞ് ലോൺസെറ്റിനെ പിന്നെ വയ്യാതിരിക്കുകയല്ലേ, അപ്പോൾ ജോലി എന്ന നിലയിൽ നമുക്കൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് നോക്കാം. അങ്ങനെ പുള്ളി വളരെ ഹെൽപ്ഫുള്ളാണ്, ഇന്നും ഭയങ്കര സഹായമാണ് എനിക്ക് പുള്ളിയുടെ കൊണ്ട്. അങ്ങനെ ഈ ഒരു ഓഫീസ് ആദ്യമായിട്ട് നമ്മൾ കോർപ്പറേഷൻ ലൈസൻസും പിന്നെ കുറച്ച് അല്ലാതെയുള്ള ചില ലൈസൻസുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഓടി നടന്ന് പുള്ളി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഞങ്ങൾ പാലയുടെ എൻ്റെ വീടിൻ്റെ അപ്സ്റ്റേറിലെ ഒരു റൂം ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്ത് എക്സൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കാനഡ സ്റ്റഡി അബ്രോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ജാനുവരി 2018 ജാനുവരി 12 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങി വെച്ചു ആ ഒരു സംരംഭം. അന്ന് അത് എറണാകുളത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് പതുക്കെ വളർന്ന് തൃശ്ശൂർ ഒരെണ്ണമെടുത്തു, കുന്നംകുളത്ത്. പിന്നെ അത് കഴിഞ്ഞ് ധൈര്യയിൽ സേവറിൻ്റെ ജോലി പുള്ളിയുടെ സ്വന്തം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ദുബായിലാണ്. അപ്പോൾ പുള്ളിയുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ നമ്മളുടെ ഒരു ഓഫീസും സ്റ്റാർട്ട് ചെയ്തു. എക്സൽ ഇൻ്റർനാഷണലിൻ്റെ ഫോറിൻ ബ്രാഞ്ച് അവിടെ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ കാനഡയിൽ പുള്ളിയുടെ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവിടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അത് ഗ്രാജുവലിയാണ്, പതുക്കെ ഉള്ളി നമ്മളുടെ നെറ്റ്വർക്ക് എന്നിട്ട് മൗത്ത് പബ്ലിസിറ്റി മാത്രം ഉണ്ടായിരുന്നു. ഒരു കുട്ടി വന്നു, അവരിൽ നിന്ന് 2 കുട്ടി വന്നു, അങ്ങനെ അത് ശാഖകളായിട്ട് ധാരാളം കുട്ടികളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് സേവറിൻ്റെ കഠിന പ്രയത്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സേവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീബ അതായത് സേവറിൻ്റെ വൈഫും വളരെ ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർ രണ്ടുപേരും നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ നിൽക്കാനൊക്കെങ്കിലും പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഓഫീസിൻ്റെ വർക്കുകളുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാം. പിന്നെ IELTS വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. IELTS കാര്യങ്ങൾ കൊണ്ട് കുട്ടികളെ ചിലപ്പോൾ അവരുടെ എക്സാം എഴുതിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ കോയമ്പത്തൂർ, മധുര ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം ഇതേപോലെ തന്നെ കിഡ്നി സ്റ്റെൻറ്റ് റീപ്ലേസ് ചെയ്ത് ജൂലൈ 19 എനിക്ക് 20 തന്നെ ഈ കുട്ടികളും കൊണ്ട് എനിക്ക് മധുരയിലും കോയമ്പത്തൂരൊക്കെ പോകേണ്ടി വന്നു. അന്നൊക്കെ നല്ല ബ്ലീഡിങ് ആയിരുന്നു, യൂറിൻ ബാഗിൽ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ കാര്യമാക്കാതെ ഇതെല്ലാം ഞാൻ പോയിക്കൊണ്ടിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയൊക്കെ ഞാൻ യാത്രകൾ ചെയ്യുമായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അത് ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കും കൂടെ ആയിട്ട് ഞാനത് മനസ്സിലേറ്റിയത് കൊണ്ടിട്ടാണ്. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയാം, നിങ്ങളൊക്കെ അസുഖം വന്നെന്നും പറഞ്ഞ് ചുമ്മാ ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ഇത് കൂടാതെ പല പണികളും ചെയ്യും. ഞാൻ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. ഒഫീഷ്യൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ചെയ്യുക ഈ പഴയ ആൻറ്റിക്കായിട്ടുള്ള പുരാതനമായിട്ടുള്ള കലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സംഘടിപ്പിക്കും. ഒന്ന് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവരുടെ തറവാട്ട് പോയിട്ടുണ്ടായിരുന്ന കലം, ചെമ്പ് കലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ ലിപികൾ, മലയാള ലിപികളുള്ളത്, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെള്ളിയിച്ചെടുത്ത്, ചിലകൾ വെള്ളിയിച്ചെടുത്ത്, അതെല്ലാം ഞാൻ തന്നെ ഇരുന്ന് ആ വലിയ കലമെല്ലാം ഞാൻ തന്നെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത്, അതൊക്കെ എനിക്ക് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ്. അത്രയും സമയം എനിക്ക് പോയി കിട്ടുമല്ലോ. അങ്ങനെ അത് ചെയ്തെടുത്തു. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ പഴയ ചിരട്ടയിട്ട് തേക്കുന്ന ഈ തേപ്പൂട്ടി ഉണ്ട്, അത് ബ്രാസിൽ തേപ്പൂട്ടിയാണ്. അപ്പോൾ അതൊക്കെ കരി പിടിച്ചിരിക്കണം. പക്ഷെ അന്നൊന്നും ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പലതും ഇതൊക്കെ ഇങ്ങനെ ഭാവിയിൽ ഇതേപോലെ ഞാൻ വന്ന് നിങ്ങളോടൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെല്ലാം ഒറിജിനലായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കരി പിടിച്ച സംഗതികളായിരുന്നു. വർഷങ്ങളായിട്ട് ഈ ചിരട്ടത്തെ പൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, തീയിൽ കരിഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ തന്നെ ഇരുന്ന് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ മാസ്കൊക്കെ ഇട്ടിരുന്ന് യൂറിൻ ബാഗൊക്കെ വെച്ചിട്ട്, മോഷൻ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഞാനതൊക്കെ ഇരുന്ന് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എന്നെ പൊക്കി പറയണതല്ല, ഞാൻ ആ ഒരു സമയത്ത് സർവൈവ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള. എനിക്കിതിപ്പോൾ പുറത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബഫ് ചെയ്ത് പോളിഷ് ചെയ്ത് അവർ തരും, എനിക്കിത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഞാൻ അങ്ങനെയല്ല ചെയ്യുക, ഞാൻ സ്വന്തമായിട്ടാണ് ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ആ കലങ്ങളൊക്കെ ഞാൻ ടീപ്പോയി ആക്കി മാറ്റിയായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം. അപ്പോൾ വീട്ടുകാരെ എന്നോട് വലിയ സപ്പോർട്ടായിരിക്കും. എന്തായാലും വെച്ചാൽ ഞാൻ വളരെ സേഫായിട്ട് എൻ്റെ സോണിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുള്ളൂ. എൻ്റെ ജോലികൾ ഒഫീഷ്യലായിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇതിലേക്കും ചെയ്യും. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാർഡ്രോബുകൾ പണിയുക, ഇതൊന്നും പഠിച്ചതല്ല, എൻ്റെ ഉള്ളിലുണ്ട് ഇതെല്ലാം. വലിയ 7 അടി പൊക്കം 5 അടി വീതിയുള്ള ഡ്രസ്സിങ് വലിയ വാർഡ്രോബുകൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സിങ് ടേബിൾ, ഇതൊക്കെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, പുറത്തല്ല, എൻ്റെ സമയം പോകാൻ വേണ്ടി ചെയ്താൽ. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ ഒതുങ്ങിയിരിക്കാതെ എല്ലാ കാര്യങ്ങളും അവരവർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ജീവിതത്തിൽ, അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക, വിട്ടുകൊടുക്കാത്തൊരു മനസ്ഥിതി ആയതുകൊണ്ട്
ഇതിങ്ങനെ എല്ലാവരും ചെയ്യണം. കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അതൊരു പ്രത്യേകതയാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ. ആവശ്യമുള്ള നല്ല ഭക്ഷണങ്ങൾ ടൈം ടു ടൈം കഴിക്കുക, മരുന്ന് കഴിക്കുക, അത്യാവശ്യം ഒന്ന് അനങ്ങി പിടിച്ച് ചെയ്യാതെ എക്സസൈസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ ചെയ്യുക. കാരണം ഇങ്ങനെ അത്ര ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒന്ന് കുമ്പിട്ട് സാധനം എടുക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. ഇതൊക്കെ വെച്ചിട്ട് കുമ്പിട്ടിരുന്ന് തന്നെ അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇത് മാത്രമൊന്നുമില്ല, ഞാൻ ഇൻസൈഡ് ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യുക, വാൾപേപ്പർ ഒട്ടിക്കുക, ഇലക്ട്രിക്കലിൻ്റെ വർക്കുകൾ ചെയ്യുക, പ്ലംബിങ് ചെയ്യുക, എല്ലാ പണികളും എനിക്കൊരാളെ വിളിച്ച് ചെയ്യിച്ചാൽ മതി. നമ്മളവർക്ക് ഡയറക്ഷൻ കൊടുത്താൽ അവർ ചെയ്തോളും. എൻ്റെ തൊഴിലും അതായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഞാൻ ചെയ്തിരുന്നത്. ഞാനത് സ്വന്തമായിട്ട് ചെയ്യുക, എനിക്ക് അത് വലിയ ഇഷ്ടമാണ്. മേശരി പണിയെടുക്കുക, ഇത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്തതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്ന ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം, നമുക്ക് ചിന്തിക്കാനുള്ള ടൈമില്ല. അപ്പം ജീവിതം ഇനി മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെ തന്നെയാണ് ഇന്നവരെയും പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാ വർഷവും ഞാനിങ്ങനെ സ്റ്റെൻറ്റും റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ഈ പണികളെടുക്കുന്നതിൻ്റെ പുറകെ കൂടെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടി ഇതൊക്കെ യാത്രകൾ ചെയ്യും ഇങ്ങനെ. അപ്പോൾ എനിക്ക് എന്നും വിദേശത്തേക്ക് പോകണം. പുറത്തായിരുന്നു, ഞാൻ ഗൾഫിലായിരുന്നല്ലേ. അതേപോലെ തന്നെ ഏതെങ്കിലും കൺട്രികളിലൊക്കെ പോകണം, ഏഷ്യൻ കൺട്രീസിലൂടെയൊക്കെ യാത്ര ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിതം കൈവിട്ട് പോകുന്ന ഒരു സൈഡിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തൊരു പണി കിട്ടി. എമർജൻസി ആയിട്ട് ഇതേപോലെ എനിക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. ഒരു നിവൃത്തിയില്ലാത്ത മനസ്സിൽ ബ്ലോക്കും കാര്യങ്ങളെല്ലാം വന്നു. എമർജൻസി ആയിട്ട് എന്നെ ലെക്ചറിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.